പുറത്ത് ഒരുപാട് പോസിറ്റീവ്സും നെഗറ്റീവ്സും എല്ലാം ഏറ്റുവാങ്ങിയ ഒരു വ്യക്തിയാണ് ഈ രേണു സുധി. അപ്പോൾ അതെല്ലാം വീണ്ടും വീണ്ടും അതിനെപ്പറ്റി പറഞ്ഞ് അതിനെ അങ്ങ് വിട്ടിട്ട് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ ചെയ്യാനല്ലേ നമ്മൾ നോക്കേണ്ടത്. അപ്പം വീണ്ടും ഇപ്പോൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ എന്ന് പറയുന്നത് അത് താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് അത് വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടുമ്പം അതിന് മാക്സിമം പോസിറ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനല്ലേ നോക്കേണ്ടത്. അപ്പോൾ അതിൽ വന്നിട്ട് ഈ പഴയ കാര്യങ്ങൾ എനിക്കിപ്പം ആരെയും പേടിയില്ല, ഞാൻ എന്തും പറയും, എനിക്ക് ആരും പേടിക്കേണ്ട കാര്യം റിപ്പീറ്റായിട്ട് എപ്പോഴും പറയുന്നുണ്ട്. അതൊരു ക്രെഡിറ്റായിട്ടാണ് അവർ വിചാരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നില്ലേ? കാര്യം പറയാം, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡുണ്ട്, നല്ല കാര്യം, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് മുന്നോട്ട് പോവാം. പഴയ കാര്യങ്ങൾ ഇപ്പം ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് ഈ കരയുന്നതും മൂത്ത മോനെ പറ്റി കുട്ടികളെയൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് വലിച്ചഴയ്ക്കുന്നതിനാണ് കുട്ടികളുടെ കാര്യം ഇങ്ങനെ പറയുന്നതും. എന്നിട്ടിടയ്ക്ക് ക്യാമറ അതിൻ്റെ ക്ലോസപ്പ് തന്നെ ബിഗ് ബോസിൻ്റെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. അത് ഉടനെ ക്യാമറ നോക്കുന്നത് എന്നെ സൂം ചെയ്യുന്നുണ്ട്, എന്നെ കാണിക്കുന്നുണ്ട്, ഇത് ടെലികാസ്റ്റ് ചെയ്യുമോ ഇത്. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡോട് കൂടിയാണ് അവർ ഇപ്പോഴും ആ ഷോയിൽ കണ്ടിന്യൂ ചെയ്ത് പൊക്കോണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ അക്ബർ എന്ന് പറയുന്ന ആൾ പറഞ്ഞില്ലേ ഇങ്ങനെ സെപ്റ്റിക് ടാങ്കിൻ്റെ കാര്യം, അത് വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിനുള്ള ലാലേട്ടൻ വന്നപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞ് അതിനെ ക്ലോസ് ചെയ്തൊരു ചാപ്റ്ററാണ്. അതിനെ വീണ്ടും അതിനെപ്പറ്റി പറഞ്ഞ് അതിനെ ഇങ്ങനെ ഒരു കണ്ടൻ്റായിട്ട് എടുത്ത് അതിനെപ്പറ്റി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പൊക്കോണ്ടിരിക്കുകയാണ്. അതിനെ അങ്ങ് വിട്ടിട്ട് അടുത്ത എന്താണ് അവർക്ക് അതിനുള്ള പൊട്ടൻഷ്യലുണ്ട്, അവർക്ക് അതിന് പുതിയ കണ്ടൻറ് ഉണ്ടാക്കിക്കൂടെ? പഴയ കാര്യങ്ങൾ ഇപ്പം ഒരു കഥ പറയാൻ പറഞ്ഞപ്പോൾ പോലും പപ്പയെ പറ്റി പറയുന്നു. അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ അത് വിട്ടിട്ട് മുന്നോട്ട് പോകാനും പുതിയ കണ്ടസ്റ്റൻസ്, പുതിയ ആൾക്കാരുണ്ട്, പുതിയ പരിചയപ്പെട്ട ആൾക്കാരെ അവരുമായിട്ട് മിങ്കിൾ ചെയ്ത് അങ്ങനെ പോകാനല്ലേ ചെയ്യേണ്ടത്. ആ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയതിനെ യൂട്ടിലൈസ് ചെയ്യാതെ വെറുതെ നമ്മൾ ഈ പ്രേക്ഷകരെ ഇങ്ങനെ വെറുപ്പിക്കുന്ന രീതിയിൽ പോകാതെ മുന്നോട്ട് പോകണം എന്നാണ് ഈ രേണു സുധിയെ പറ്റി ഓവറോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം. കാരണം കുറേ ആകുമ്പോൾ നമുക്ക് തന്നെ ഇറിറ്റേഷൻ വരും. നമ്മളൊന്നും അതിനെപ്പറ്റി ചിന്തിക്കാൻ വിട്ട് നമുക്ക് നമ്മുടേതായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഇത് വീണ്ടും കാണുമ്പോൾ നമ്മൾ ബാക്കിലോട്ട് നമ്മളും ചിന്തിക്കണം, ഇങ്ങനെ ഇപ്പോൾ ഇവരെങ്ങനെയാണ്. അപ്പോൾ ആ ഒരു ഇത് ആൾക്കാരിൽ തന്നെ അവരിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഈ അനുമോളുടെ കാര്യം. അനുമോൾ വന്നപ്പോഴത്തേക്ക് നല്ല രീതിയിൽ കളിക്കുമെന്ന് തോന്നിയ ഒരു വ്യക്തിയാണ്. നല്ല ഒരു പുറത്തൊരു അഭിനയത്തിൻ്റെ എല്ലാ സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയ ഒരു വ്യക്തിയാണ്. പക്ഷേ അകത്ത് റിയലായിട്ട് വന്ന് നിൽക്കുമ്പോഴത്തേക്ക് വീക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അനുമോൾ കുറച്ചും കൂടി എവിടേക്കോ മൊത്തം കയറുന്ന പോയ ഒരവസ്ഥയാണ് ഈ അനുമോളുടെ കാര്യം. കാരണം അനുമോൾക്ക് ഭയങ്കര ഇമേജ് കോൺഷ്യസ് ആണ്. പുറത്ത് ഞാനിത് പറയുമ്പോഴത്തേക്ക് പുറത്ത് എൻ്റെ ഇമേജ് പോവോ. രേണു സുധിയുടെ നേരെ ഓപ്പോസിറ്റാണ്. കാരണം രേണു സുധിക്കാണെങ്കിൽ ഇമേജ് ഒന്നും ഒരു പ്രശ്നമല്ല, എന്തുപോലെ എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞാണ് രേണു സുധി മുന്നോട്ട് പോകുന്നത്. പക്ഷേ അനുമോളാണെങ്കിൽ എൻ്റെ ഇമേജ് ഫുൾ ട്രബിളാവും, പ്രശ്നമാവും എന്നുള്ള ഒരു കേസാണ് അനുമോളുടെ കാര്യം. ഇവരൊക്കെ എന്താണ് ഷോയിൽ വന്നിട്ട് ബാക്കി ഇത്രയും ആൾക്കാർ കാണുകയല്ലേ, അവരെ വെറുപ്പിക്കാതെ മുന്നോട്ട് പോകാനുള്ള എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുക, ഗെയിം കളിക്കുക, അങ്ങനെയൊക്കെ ചെയ്തു പോകുന്നല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്?